എന്റെ കേരള.com നടത്തിയ ഈ പ്രതീകാത്മക വോട്ടെടുപ്പിന്റെ റിസൾട്ട്, അതായത് UDF-ന് 86 സീറ്റുകൾ, LDF-ന് 53 സീറ്റുകൾ, നേമത്ത് BJP-ക്ക് 1 സീറ്റ്, ഇങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് 2-3 ഘടകങ്ങൾ ഇതിന്റെ അകത്തുണ്ട്. ഒന്ന്, ഈ കേരളത്തില് സർക്കാരുകളെ മാറി മാറി പരീക്ഷിക്കുന്ന വോട്ടർമാരുടെ ഒരു വികാരം ഇതിലും പ്രകടമായിട്ടുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ അത് കേരളത്തിലും ഒരു പക്ഷേ സമാനമായിട്ടുള്ള ഒരു പാറ്റേൺ ഒരു വന്നിപ്പോ കഴിഞ്ഞ ദിവസം നടന്ന എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ സൂചന നൽകിയിട്ടുണ്ട്. ഇവിടെ ഏഷ്യാനെറ്റ് റേഡിയോ നടത്തിയ ഈ പ്രതീകാത്മക വോട്ടെടുപ്പിലും സമാനമായിട്ടുള്ള ഒരു രീതി തന്നെയാണ് കണ്ടത് നമ്മൾ. അപ്പൊ അതൊരു ഘടകം. പിന്നെ ഒരു ഘടകം എന്ന് വെച്ചാൽ ഗൾഫ് മേഖലയിൽ ഒരു പക്ഷെ ഏറ്റവും കൂടുതലുള്ളത് KMCC പ്രവർത്തകര്, അതുപോലെ കോൺഗ്രസ് അനുഭാവികളായിട്ടുള്ള പ്രവർത്തകരൊക്കെയാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ അതിന്റെ ഒരു പ്രതിഫലനം കൂടി ഇതിന്റെ അകത്ത് കാണാം എന്ന് വേണമെങ്കിൽ പറയാം, ഗൾഫ് മേഖല ആയതുകൊണ്ട്. പിന്നെ ഒന്ന് എടുത്ത് നേമത്തുള്ള BJP-ക്ക് ഒരു സീറ്റ് എന്നുള്ളതാണ്. അതിപ്പോ ഏഷ്യാനെറ്റ് റേഡിയോ നടത്തിയ വോട്ടെടുപ്പിലും സമാനമായിട്ടുള്ള അത് തന്നെയാണ് വന്നത്. നേമത്ത് രാജഗോപാലിന് ഒരു സീറ്റ് നടത്താൻ കഴിയുന്നു എന്നുള്ളത്. അതില് വേറെ കാര്യം, അത് ഒരു പക്ഷേ വന്നുകൂടായികയില്ല. കാരണം രാജഗോപാലിനെപ്പോലുള്ള ഇത്രയും വലിയ പ്രഗത്ഭമതിയായിട്ടുള്ള ഒരാളെ കേരളം, കേരള ജനത അല്ലെങ്കിൽ കേരളത്തിലെ വോട്ടർമാര് ഇതിനു മുൻപ് വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്ന് പൊതുവെ ഒരു അഭിപ്രായമുണ്ട്. കാരണം അത്രയും അദ്ദേഹത്തിന്റെ പാർട്ടി എന്നുള്ളതല്ല, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അതൊരു BJP-യുടെ നേട്ടമായിട്ടല്ല, ഒരു വ്യക്തിയുടെ നേട്ടമായിട്ടാണ് താങ്കൾ. തീർച്ചയായിട്ടും ഒരു BJP-യുടെ നേട്ടമായിട്ട് നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. അത് ഗോപാൽ എന്ന ഒരു വ്യക്തിയുടെ, അദ്ദേഹം കേരളത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരാളാണ്. കേന്ദ്ര സഹമന്ത്രിയായിരിക്കുന്ന സമയത്ത്, റെയിൽവേ സഹമന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം ചെയ്തതുപോലെ കാര്യങ്ങൾ ആരും ചെയ്തിട്ടില്ല. അത് വേറെ കാര്യം. അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തി പ്രഭാവത്തിന്റെ അകത്ത് നിലനിൽക്കുന്ന കാര്യം ഉറപ്പാണ്. പിന്നെ ഒരു കാര്യം, ഇപ്പൊ പ്രവാസികൾ ഇത്രത്തോളം UDF-ന് അനുകൂലിച്ചിട്ട് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രവാസികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു UDF-ന്റെ മനോഭാവം ഇനി പ്രതീക്ഷിക്കാമോ? അതോ കഴിഞ്ഞ കാലങ്ങളിലെ പോലെ തന്നെ എന്നും അവഗണിക്കപ്പെടുന്ന സമൂഹമായിട്ട് തന്നെ പ്രവാസികൾ നിലകൊള്ളോ? എനിക്ക് പറയാനുള്ളത്, പ്രവാസികൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. പ്രതീക്ഷിച്ചാലേ നിരാശ വരുള്ളൂ. പ്രതീക്ഷിക്കരുത്. കാരണം ഇത്രയും വർഷങ്ങളായിട്ടും ചെയ്യാത്ത ആൾക്കാർ ഇനിയും ചെയ്യുന്ന നമുക്ക് പ്രതീക്ഷയില്ല. നമുക്ക് കേന്ദ്ര മന്ത്രിസഭയിൽ പോലും നമുക്ക് ഒരു ആ രീതിയിൽ നമുക്ക് മലയാളിയിൽ ഒരു മന്ത്രി ഉണ്ടായിട്ട് എന്താണ് ഇവിടെ നേട്ടം ഉണ്ടായിട്ടുള്ളത്? ചില കാര്യങ്ങളൊക്കെ ചെയ്തു നമുക്ക് വേണമെങ്കിൽ പറയാം, അത്രയല്ലേ ഉള്ളൂ. അപ്പൊ ഒരു പ്രവാസികൾ പൊതുവായിട്ട് ഒരു നേട്ടം ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനവും ആരും കാഴ്ചവെച്ചിട്ടില്ല. പ്രവാസികളുടെ പ്രശ്നങ്ങളിൽ നേരിട്ട് സംവദിക്കുകയും നേരിട്ട് കാണുകയും ഒരുപാട് ഇടപെടലുകൾ നടത്തിയ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ എന്ന നിലക്ക് പ്രവാസി വോട്ടെടുപ്പ് നമുക്ക് കിട്ടിയ അവസരത്തിൽ, പ്രവാസി വോട്ടവകാശം കിട്ടിയ അവസരത്തിൽ പ്രവാസികളുടെ ഈ ഒരു പ്രതികരണം ഏതെങ്കിലും രീതിയിലുള്ള ഒരു ചലനം നമ്മുടെ വരുന്ന മുന്നണിയിൽ അല്ലെങ്കിൽ ഭരണമുന്നണിയിലെ ഏതെങ്കിലും തരത്തിൽ നേടിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ടോ? ഇത്തവണയില്ല. ഒരു പക്ഷേ ഇനി വരാനിരിക്കുന്നത് ഒരു പക്ഷേ ഈ പ്രവാസികൾക്ക് വോട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കുറച്ചും കൂടി നല്ല രീതിയിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു പക്ഷേ ഈ ഫിലിപ്പൈൻസിൽ ഒക്കെ നടക്കുന്നത് പോലെ ഫിലിപ്പൈനുകളൊക്കെ ഇവിടെ അവരുടെ എംബസിയിൽ പോയിട്ട് അല്ലെങ്കിൽ അവരുടെ അതോറിറ്റിയുടെ ഓഫീസിൽ പോയിട്ട് ചെയ്യാനുള്ള സൗകര്യം പോലെ എന്തെങ്കിലും ഒരു സൗകര്യം നടപ്പാക്കുകയാണെങ്കിൽ പ്രവാസികളുടെ ശക്തി നാട്ടിലെ രാഷ്ട്രീയക്കാർ തിരിച്ചറിയണമെന്ന് എന്റെ അഭിപ്രായം. അപ്പൊ നിരന്തരമായിട്ട് അവഗണന സഹിക്കുന്ന പ്രവാസി ഇനിയും പല പ്രമുഖർക്ക് നമ്മൾക്ക് കിട്ടിയ ഒരു പ്രതികരണം എന്ന് പറഞ്ഞാൽ ഇനിയും ഒരു ഒറ്റക്കെട്ടായ ഒരു സമ്മർദ്ദ തന്ത്രം ഉപയോഗിച്ചാലേ നമുക്ക് എന്തെങ്കിലും നേടാൻ പറ്റൂ എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ പ്രവാസികളോട് ഒരു വളരെ പ്രമുഖ മാധ്യമത്തിന്റെ ഒരു തലപ്പത്തിരിക്കുന്ന ഒരാളെന്ന നിലക്ക് താങ്കൾക്ക് എങ്ങനെ അത് നടപ്പിലാക്കാം എന്നതിനെ കുറിച്ച് ഒരു സൂചന നൽകാൻ പറ്റും? അല്ല, അതിന് പ്രവാസികൾ എപ്പോഴും, ഞാൻ പല വേദികളിലും ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, പ്രവാസികൾക്ക് ഇപ്പോഴും ഒറ്റ ശബ്ദമല്ല, ഏക ശബ്ദമല്ല പ്രവാസികൾക്ക്. പ്രവാസികൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അതിനൊരു ഏകതാ സ്വഭാവം ഒരിക്കലും കൈവന്നിട്ടില്ല. പല നിർണായക ഘട്ടങ്ങളിലും 2ഉം 3ഉം ആയിട്ട് പിരിയുകയും ഭിന്ന ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്ത ആൾക്കാരാണ് പ്രവാസികൾ. അവരെപ്പോഴും ഏതെങ്കിലും ഒറ്റ രീതിയിൽ ഒറ്റക്കെട്ടായി ശബ്ദിക്കുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഒരാൾക്കും നിഷേധിക്കാൻ പറ്റില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അപ്പോ സാധാരണക്കാരനായ പ്രവാസികളും അതുപോലെ തന്നെ എല്ലാ വിഭാഗത്തിലുള്ള പ്രവാസികളും
ഇനി ഇത്തരം സന്ദർഭങ്ങളിൽ പിന്നെ കൈക്കൊള്ളേണ്ട നിലപാടുകളും അതുപോലെ തന്നെ ഈ രീതിയിലുള്ള പ്രതികരണങ്ങൾ അറിയിച്ചിട്ട് ഒരുപാട് പ്രവാസികൾ നമ്മളോട് ഇതിൽ ഇമെയിൽ വഴിയുമൊക്കെ നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോ ഇത്തരം നിങ്ങൾ ശ്രമിക്കുന്ന 10,000-കണക്കിന് പ്രവാസി ജനതയോട് ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തന നിലക്ക് താങ്കൾക്കുള്ള സന്ദേശം എന്താണ് ഈ അവസരത്തിൽ? എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല്, ഈ സാധാരണഗതിയിൽ പ്രവാസികളുടെ പ്രശ്നങ്ങളിൽ ആരും ആ രീതിയിൽ പ്രതികരിച്ച് കാണാറില്ല. ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ നമുക്ക് ഇവിടെ വരുന്നുണ്ട്, പകൽപ്രായമുള്ള ആൾക്കാർ വരുന്നുണ്ട്. ഇവരൊന്നും ഇന്നുവരെയും പ്രവാസികൾക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല. എല്ലാവരും വാഗ്ദാനങ്ങൾ നൽകി പോയിട്ടേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും കാര്യം നേടണമെങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു വേദിയിൽ ഒറ്റ ശബ്ദമായിട്ട് വരാൻ പ്രവാസികൾ പറയും. ഇപ്പൊ ഒരുപാട് പ്രാദേശിക സംഘടനകൾ പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. അപ്പൊ ഈ പ്രാദേശിക സംഘടനകളൊക്കെ ഒന്നിച്ച് നിർത്തിക്കൊണ്ടൊക്കെ വേണമെങ്കിൽ ഒരു നല്ല ശബ്ദം ഉയർത്താൻ പ്രവാസിക്ക് പറ്റും. അതിനുവേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് എന്റെ അഭിപ്രായം.